പാറുവേ, ഏട്ടനൊരു ചായ. കണ്ണും തിരുമ്മി അടുക്കളയിലേക്ക് വരുന്നതിനിടയിൽ ഗൗതം വിളിച്ചു പറഞ്ഞു. അടുക്കളയിലെത്തിയതും കാണുന്നത് അടുപ്പത്ത് വെച്ച ചായപാത്രം ഇറക്കി വെക്കുന്ന പാറുവിനെയാണ്. തൊട്ടടുത്ത് തന്നെ സ്ലാബിൽ താടയ്ക്കും കൈയും കൊടുത്ത് മണിയുണ്ട്. ഗുഡ് മോർണിംഗ് മണിയേ. ഓഹ്, ഇന്ന് നീ നേരത്തെ എണീറ്റോ? പാറു ചായ ഉമ്മറത്തെ. ഒരു ബോധവും കൂടാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഗൗതമ നഗ്നസത്യം ഓർമ്മ വന്നത്. ഇന്നലെയായിരുന്നു മണിയുടെ കല്യാണം. നേരം വെളുക്കും മുന്നേ പെങ്ങള് വീട്ടിൽ. ദൈവമേ! ഗൗതം ഞെട്ടലോടെ തല ചിരിച്ചു നോക്കി. മണിയുടെ ചുണ്ട് കൂർത്തിരുന്നു. ഇടയ്ക്കിടെ ദേഷ്യം കൊണ്ട് പെറുപിറുക്കുന്നത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി നന്ദനയാണ്. നീ എന്താടി ഇവിടെ? എനിക്കെന്താ ഇങ്ങോട്ട് വന്നൂടെ? ഒറ്റ അലർച്ചയായിരുന്നു മണി. അതോടെ ഗൗതം ഒന്ന് ഞെട്ടിക്കൊണ്ട് തലയാട്ടി. ഗൗതം സംഭവം കത്താതെ അവിടെ തന്നെ പരിങ്ങി നിന്നു. എന്താ സംഭവം? അവൻ മെല്ലെ സ്വകാര്യം പോലെ പാറുവിനോട് ചോദിച്ചു. പാറു ഇടം കണ്ടിട്ട് മണിയെ നോക്കിക്കൊണ്ടൊന്ന് ചുമലൂച്ചി. എന്താണെന്നറിയില്ല, രാവിലെ വന്ന് കയറിയതാ. വന്നത് മുതൽ ഇതേ ഇരിപ്പാ. ചോദിച്ചപ്പോൾ എൻ്റെ നേർക്ക് രണ്ട് ചാട്ടം. അതോടെ ഞാൻ നിർത്തി. പാറു ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഏട്ടന് ഉമ്മറത്തേക്ക് പൊയ്ക്കൂടെ? എന്തിനും ഇവിടെ ചുറ്റിത്തിരിയണേ? പോയേ. മണി അല്പം കടുപ്പത്തിൽ പറഞ്ഞതും ഗൗതം അവളെ ഇടയ്ക്കിടെ പാളി നോക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. ഉമ്മറത്ത് കാലും കയറ്റി വെച്ച് പത്രവും തുറന്നിരിക്കുമ്പോഴാണ് അടുത്ത അവതാരത്തിൻ്റെ വരവ്. ആരാ? ദോണ്ട മുറ്റത്തൊരു കെട്ടോൽക്കച്ചൻ. അവനതാ കയറി വരുന്നു. ഗുഡ് മോർണിംഗ്. ഉള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ നന്ദൻ പറഞ്ഞു. ഗൗതം പത്രത്തിൽ തലയിട്ടുകൊണ്ട് തന്നെ കൈയൊന്ന് പൊക്കി കാണിച്ചു. ഗുഡ് മോ. ബാക്കി പറയാൻ കഴിയാതെ ഗൗതം ആകെ അന്തം വിട്ടു നിന്നു. പത്രവും തുറന്ന് ഉള്ളിലേക്ക് വായും പൊളിച്ച് നോക്കി നിൽക്കുമ്പോഴാണ് മുണ്ടും മടക്കി കുത്തി ഇറങ്ങി വരുന്ന നന്ദനെ കണ്ടത്. തോളിലൊരു മാറാപ്പ്, മണിക്കുട്ടി. ശിവലിംഗവും തോളിൽ വെച്ച് വരുന്ന ബാഹുബലി കണക്കെ. രാവിലെ തന്നെ ഇത്രയും കിളികൾ പാറാനുള്ള ഗതികേട് വേറെ ആർക്കെങ്കിലും വരുമോ എൻ്റെ ദൈവമേ? മണി നന്ദൻ്റെ തോളിൽ കിടന്ന് കയ്യും കാലൂട്ട് അടിക്കുന്നുണ്ട്. എങ്കിലും ജിമ്മിൽ പോയി 19 കിലോ ഒറ്റയ്ക്ക് പൊക്കുന്നവനാണ് ഈ ഉണക്കച്ചുള്ളി പോലുള്ള 40 കിലോ. എവിടെ അച്ഛൻ? ഗൗതം ഒന്നും മനസ്സിലാവാതെ വായും തുറന്നിരുന്നു പോയി. കൊണ്ടുപോയിക്കോട്ടെ? നന്ദൻ വല്ലാത്തൊരു ശബ്ദത്തിൽ ചോദിച്ചതും ഗൗതം യാന്ത്രികമായി തന്നെ തലയാട്ടിപ്പോയി. കാലമാടാ ദുഷ്ട, നിങ്ങൾ ഒരു ഒറ്റ പെങ്ങളല്ലേ ഞാൻ? കൊണ്ടുപോകല്ലെന്ന് പറയടോ മാങ്ങാത്തലയാ. നന്ദൻ്റെ തോളിൽ കിടന്നുകൊണ്ടുള്ള മണിയുടെ രോദനം ഉയർന്നു കേൾക്കാം. പക്ഷേ ഗൗതമിൻ്റെ ചെവിയിലൂടെ പോകുന്ന പുക കാരണം ഒന്നും അങ്ങ് കേൾക്കാൻ കൂടി വയ്യ. ഇപ്പം ഇവിടെ എന്താ നടന്നേ? താടയ്ക്കും കൈ കൊടുത്തുകൊണ്ട് ഗൗതം ചോദിച്ചു പോയി. നിങ്ങളിത് കുടിക്കാൻ നോക്ക് മനുഷ്യ. അവർ തമ്മിലുള്ളത് അവർ തന്നെ നിർത്തോളൂ. ചായ ഗ്ലാസ് അവൻ്റെ അരികിലേക്ക് വെച്ചുകൊണ്ട് പാറു പറഞ്ഞു. ശരിയാ, ഭൂമി ഉരുണ്ടതല്ലേ, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും അല്ലേ? അയ്യേ. പറയുന്നതിനനുസരിച്ച് ചായ വായിലേക്ക് വെച്ച ഗൗതം ഒരൊറ്റ അലർച്ചയായിരുന്നു. ഡീ, ഇതെന്തോന്നടി? അവൻ അലറി. ചായ. പാറു നല്ലോണം നിളിച്ചുകൊണ്ട് പറഞ്ഞു. കഷായത്തിൽ ഒരു ലോഡ് പഞ്ചസാര ഇട്ടാൽ അതെങ്ങനെയാണ് ഈ ചായ ആകുന്നത്? ഇതിനൊക്കെ ഉണ്ടല്ലോ. ഗൗതം പല്ലി കടിച്ചു. പാറു ഒന്ന് ഇളിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് നിന്നും ചായ ഗ്ലാസ് എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു. ഗൗതം അവൾ പോയ വഴിയൊന്ന് നോക്കിക്കൊണ്ട് പത്രത്തിലേക്ക് നോക്കി. ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറ്റം പറഞ്ഞു. ഭാര്യ ഭർത്താവിനെ ചിരവക്കടിച്ചു കൊന്നു. സബഷ്. ഗൗതം ഒന്ന് ഞെട്ടി. പിന്നീട് ഉള്ളിലേക്ക് നോക്കി. സ്വന്തം തലമണ്ടയ്ക്കും കൈവച്ച് നോക്കി. ഹെമ്മേ. ഗൗതം ഒന്ന് കിടുങ്ങി. പാർവേ, നിൻ്റെ ആ വെരി സ്വീറ്റ് ചായ എവിടെടി? ഏട്ടന് കുടിക്കാൻ കൊതിയാകിടും. സോപ്പിംഗ് എന്ന പോലെ കൊഞ്ചി പറഞ്ഞുകൊണ്ട് അവൾക്ക് പിന്നാലെ തന്നെയായി ഗൗതമും നടന്നു. അപ്പച്ചി, ഇയാളോട് ഞാൻ താഴെ ഇറക്കാൻ പറ. അയ്യോ. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ മണി ഒരു അലർച്ചയായിരുന്നു. റൂമിൽ കിടന്നിരുന്ന അച്ഛൻ വരെ ഇറങ്ങി വന്നു. അമ്മ ചട്ടുകവും പിടിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്താടാ, എന്താ പ്രശ്നം? നീ എന്തിനാ മോളിങ്ങനെ തൂക്കിയെടുത്തേക്കണേ? പറയടാ. അമ്മ അങ്കലാപ്പോടെ ചോദിച്ചു. നന്ദനൊന്ന് പല്ലി കടിച്ചുകൊണ്ട് അവളെ താഴേക്ക് ഇറക്കി. മണി ചുണ്ടും കുറിപ്പിച്ചുകൊണ്ട് നന്ദനൊന്ന് നോക്കി. ഇവക്ക് ഭ്രാന്ത്. മനുഷ്യനൊരു തമാശ പറയുമ്പോഴേക്കും പിണങ്ങി വീട്ടിൽ പോയേക്കുന്നു. എല്ലാത്തിനും ഞാൻ തരുന്നുണ്ട്. ഇതിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ആരാണെന്ന് എനിക്കറിയാം. മാറി നിൽക്കാൻ കൂട്ട്. മുന്നിൽ നിന്ന് മണിയെ ഒന്ന് തള്ളി മാറ്റിക്കൊണ്ട് നന്ദൻ പോയതും മണി ഉണ്ട കണ്ണുരുട്ടിക്കൊണ്ട് അച്ഛനെ നോക്കി. എന്താ മോളെ പ്രശ്നം? ഞാനല്ല അപ്പച്ചി, അച്ഛനാ. ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന്. അപ്പം എന്നോട് പറഞ്ഞു ഇപ്പോൾ തന്നെ ഇത് നിർത്തിയില്ലേ ശരിയാകത്തില്ല, മോള് കുറച്ച് നേരം വീട്ടിൽ പോയി നിന്നു. എന്നിട്ട് ആകെ നാണക്കേടാക്കി. അവൾ പരിഭവത്തോടെ പറയുന്നത് കേട്ട് അമ്മ അച്ഛനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി. മോള് കാര്യം തെളിച്ച് പറ. എന്തിനാ ഇങ്ങേര് നിന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്? അത് നന്ദേട്ടൻ ചായ കുടിക്കാൻ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു വൈകിട്ട് പരിപാടി ഇല്ലെന്ന്. അപ്പം നന്ദേട്ടൻ പറഞ്ഞു ഒരു കുപ്പി കൊണ്ടുവന്നാൽ നമുക്ക് ആഘോഷിക്കുമെന്ന്. അതാ അപ്പോഴേ ഞാൻ പറഞ്ഞതാ തമാശയാകുമെന്ന്. അച്ഛൻ എന്നോട് പറഞ്ഞത് തമാശയല്ല എന്ന്. ദുഷ്ടേ, ഞാൻ തമാശയല്ല എന്ന് തോന്നുന്നില്ല എന്നല്ലേ പറഞ്ഞത്? നന്ദിനി, ഒറ്റൊന്നിനെയും വിശ്വസിക്കരുത്, എല്ലാം പറയാ.
അച്ഛൻ വലിയ ഫോമിൽ പറഞ്ഞു തുടങ്ങിയത് അമ്മയുടെ ഒറ്റ കണ്ണുരുട്ടലിൽ തീർന്നു. നന്ദിനിയല്ല ചാന്ദിനി, ഇങ്ങനെ കൊണ്ട് വല്ലാത്ത പ്രശ്നമാണല്ലോ എൻ്റെ ദൈവമേ. ഏത് നേരത്താണാവോ ഒരു തല്ലിന് തിരി കൊളുത്തിയപ്പോൾ സമാധാനമായാലും. പോയി പണി വല്ലതും ഉണ്ടെങ്കിൽ നോക്ക് മനുഷ്യ. മോളല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനൊരു വാക്കും കേട്ട് പോകുമോ? നീ പോയി തല്ല് തീർക്കാൻ നോക്ക്, അല്ലെങ്കിൽ അത് മതി ചെക്കനെ കുടിച്ചിട്ട് വരാൻ ചെല്ല്. അമ്മ സ്വയം ഒന്ന് തലയ്ക്കടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നത് കണ്ട് മണി അച്ഛനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അച്ഛനാണെങ്കിൽ റൂഫ് നോക്കിയുള്ള നിൽപ്പാണ്. ഇമ്മാതിരി ചെയ്ത്ത് എന്നോട് പ്രതീക്ഷിച്ചില്ല. ഛേ, എന്നോട് തന്നെ വിഷമമുണ്ട്. അവൾ ചുണ്ടു പുറത്തേക്ക് ഉന്തി ഒന്ന് മൂക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് അച്ഛൻ ആവലാതിയോടെ അവളെ നോക്കി നിന്നു. ഒരു തമാശയ്ക്ക് ചെയ്തത് ഈ കാര്യമായി ഈശ്വര. അച്ഛൻ അറിഞ്ഞൊന്ന് ഈശ്വരനെ വിളിച്ചു. ഈ വിളി ഈശ്വരൻ കേട്ടില്ലിൽ അച്ഛന് നേരെ യമലോകത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതി. നന്ദേട്ടാ. പിന്നിൽ അവൻ അടുത്തേക്ക് ചാരി നിന്നുകൊണ്ട് മണി വിളിച്ചു. അവൻ ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരി അടക്കിക്കൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺ ഇടുന്ന തിരിക്കലാണ്. നന്ദേട്ടാ. ഇപ്രാവശ്യം അവനോട് ഒന്നുകൂടെ ചേർന്ന് നിന്ന് പിറകിലൂടെ അവനെ ചുറ്റിപ്പിടിച്ച് ബട്ടൺ ഇടുന്ന അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു അവളുടെ വിളി. ഗൗരവം ഒട്ടും ചോരാതെ തന്നെ അവൻ വിളി കേട്ടതും മണിക്കെന്തോ ഉള്ളിൽ കുഞ്ഞു സങ്കടം ഉടലെടുത്തു. അവളുടെ പരിഭവത്തോടെ ഉന്തിയ ചുണ്ടുകൾ ഒന്ന് വിറച്ചു. എന്നോട് പിണങ്ങിയതാണോ? സങ്കടം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ പുറമേ കാണിക്കാൻ മടിച്ചുകൊണ്ട് തന്നെ തൊണ്ടക്കുഴിയിലൊരു വേദന അവൾക്ക് അനുഭവപ്പെട്ടു. അവന് മനസ്സിലായിരുന്നു അവൾ കരയാൻ വെമ്പി നിൽക്കുകയാണെന്ന്. എനിക്കാരോടും പിണക്കമില്ല, അവനൊരൊഴുക്കം മട്ടിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ തന്നിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് മേശയ്ക്കടുത്തേക്ക് നടന്ന് വാച്ചെടുത്ത് കയ്യിൽ കെട്ടി. പിന്നെന്താ എന്നെ നോക്കാത്ത? അവൾക്കുള്ളിൽ വേദന വന്നു തുടങ്ങിയിരുന്നു. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നീ ഒന്ന് പോയേ. എന്നെ വിശ്വാസമില്ലാത്തവരോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതുവരെ അവളുടെ ഹൃദയം ശക്തിയിൽ മിടിച്ചുവെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ നിമിഷം അത് നിലച്ച മട്ടേ ഒരു നിമിഷം നിശബ്ദത അവളെ ചുറ്റി. അവൾക്കുള്ളിൽ ശക്തമായ ഒരു വേദന തോന്നി, മരിച്ചു പോകും പോലെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ചുണ്ടുകൾ വിറച്ചു. ഒരു തേങ്ങൽ ഉയരുമെന്ന് തോന്നിയ നിമിഷം അവളത് അവനെ കാണിക്കാതിരിക്കാൻ വേണ്ടി തിരിഞ്ഞു നിന്നു. ഉള്ളിൽ അവൾക്കുള്ള വേദനയിൽ സ്വയം ഒന്ന് മരിച്ചെങ്കിൽ എന്ന് പോലും തോന്നിയ നിമിഷം. വാതിൽ ശക്തിയായി വലിച്ചടച്ചപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവൻ പോയി എന്ന്. അതുവരെ അവൾ ഉള്ളിൽ നിറച്ച സങ്കടങ്ങളൊക്കെ ആ നിമിഷം ഒരു തേങ്ങലോടെ പുറത്തേക്ക് വന്നു. എന്നെ ഇഷ്ടമെന്നല്ലേ പറഞ്ഞത്? എനിക്ക് വിഷമാകില്ലേ? ഞാൻ അറിയാതെ ചെയ്തതല്ലേ? എന്നിട്ടാണോന്ന്? അവളുടെ സ്വരം നേർത്തു വന്നു. ഉള്ളിൽ തങ്ങിയ ഗദ്ഗതം ശബ്ദത്തെ മുറിച്ചു. മണിക്കുട്ടിയെ. ആർദ്രമായ ശബ്ദം കാതുകളിൽ പതിഞ്ഞു. കൂടെ ചെറുനിശ്വാസം പിൻകഴുത്തിൽ തട്ടി.